കാട്ടാക്കടയിലുള്ള 37 വയസ്സുള്ള ധന്യ എന്ന യുവതി ഭർത്താവിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ ജീവനൊടുക്കി എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഈ ആത്മഹത്യയിൽ ചില സംശയങ്ങൾ ഈ യുവതിയുടെ അമ്മയ്ക്കുണ്ട്. വസുമതിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അമ്മ, എന്തായിരുന്നു സംഭവിച്ചത്? ഈ ഒരു ആത്മഹത്യക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആത്മഹത്യക്ക് സംശയമുണ്ട്. അവൻ അടിച്ച് ഉപദ്രവമായിരുന്നു. രണ്ടാമത് ഒരു വീട്ടിനടുത്തുള്ള ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി, മക്കളുള്ള ഒരുത്തൻ്റെ കൂടെ പോയി. ഒരുത്തി വിളിച്ചുകൊണ്ട് പോയി. ഇവൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവൻ ഒളിവിൽ കഴിയുകയാണ്. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുകയോ ഒന്നും ചെയ്യൂല. ഒരിക്കൽ തലയ്ക്കടിച്ച് ക്ഷതമേൽപ്പിച്ച്, തലയിൽ ചതവ് പറ്റി ചുവരിൽ പിടിച്ചടിച്ചത്. ചികിത്സയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുവിധം മദ്യപിച്ച് വരും, വഴക്കും ബഹളവും തന്നെ. എന്നാലും ഈ 2 വർഷത്തിന് മുമ്പേ ഇവൻ ഇതുപോലെ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് പോയി. അത് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇവൻ ഒളിച്ച് നടന്ന് നമ്മൾ കേസൊക്കെ കൊടുത്ത് പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇവളെ വേണ്ട, എൻ്റെ പിള്ളേരെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് കോടതിയിലേക്ക് വിട്ട്. കോടതിയിൽ ചെന്ന് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നപ്പം പറഞ്ഞ് നീ എൻ്റെ പിള്ളേർക്ക് പൈസ വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ കേസിനെ റദ്ദാക്കണമെന്ന് പറഞ്ഞു. അവൾ ശരി കേസിനെ റദ്ദാക്കി അങ്ങനെ വിട്ട്. പിന്നെ അതിനുശേഷം വല്ലപ്പോഴും 1000 രൂപ പിള്ളേർക്ക് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ അമ്മ കല്ലൂരാണ് താമസിക്കുന്നത്. അവിടെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഇവളെ കൂടെ താമസിക്കുകയും ചെയ്യും. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇവൻ ബഹളം ഉണ്ടാക്കി 3 മാസം അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് വീണ്ടും തിരിച്ച് ഇവൻ്റെ മോള് സഹിക്കാൻ വയ്യാതെ നേരെ ആഹാരത്തിന് വരെ പൈസ കൊടുക്കാതെ പിന്നെ അതുകൊണ്ട് പിന്നെ അവൾ തന്നെ സ്വയം തിരിച്ച് കട്ടയ്ക്കോട് ഭവനത്തിൽ വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ ഒരു ചെറിയ ഗവൺമെൻറ് സ്കൂളിൽ ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്കി അവൾ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ 2026 ഇവൻ വിളിച്ചുകൊണ്ട് അങ്ങ് കല്ലൂര് കൊണ്ടുപോയി. കിഴക്കേക്കോട്ടയിൽ നിന്ന് കല്ലൂര് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവൻ മദ്യപിച്ച് പിന്നെ ഇവൻ പറഞ്ഞ് ഞാൻ ഇനി 3 വർഷം കഴിഞ്ഞിട്ട് നിൻ്റെ കൂടെ താമസത്തിന് വരൂ, അതുവരെ നീ താമസിച്ചു, അല്ലെങ്കിൽ നീ എൻ്റെ പിള്ളേരെയും തന്നിട്ട് നീ പോയി ചാവടി എന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ വിഷമം കൊണ്ട് വീട്ടിൽ വന്ന് എൻ്റെ മോളെ വീട്ടിൽ ഇവൻ കട്ടയ്ക്കോട് വൈകുന്നേരം ഞായറാഴ്ച എൻ്റെ മോളെ വീട്ടിൽ നിന്ന് കിള്ളിയിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം കട്ടയ്ക്കോട് പോയി. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ വിളിച്ചപ്പം 3 പേരും കൂടെ പിന്നെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ വിളിച്ചില്ല. കുഞ്ഞുങ്ങളെയും സ്കൂളിലാക്കിയിട്ട് ഇവൾ വീട്ടിൻ്റെ അടുക്കളയുടെ സൈഡിൽ തൂങ്ങി നിന്ന്. നമ്മൾ ചെന്ന് നിന്നപ്പോൾ തൂങ്ങി നിൽക്കണതാണ് കണ്ടത്. തൂങ്ങി നിന്നത് കണ്ടില്ല. അവർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ ചെന്ന് കണ്ടു. ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നല്ലേ ആത്മഹത്യ ചെയ്തത്? ഭർത്താവിൻ്റെ വീട്ടിലല്ല, ഞാൻ അവൾക്ക് വീട് വാങ്ങിച്ചു കൊടുത്ത് 3 സെൻറ്റ് വസ്തു ഒരു വീട് വാങ്ങി അവിടെയാണ് വന്ന് തൂങ്ങിയത്. അവിടെ വന്ന് ശല്യം ചെയ്യാറ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ ഇപ്പോൾ വന്ന് ശല്യം ചെയ്യൂല. ഫോണിൽ വിളിച്ച് അവളും ശല്യം ചെയ്യും. അവനും ഫോണും മറ്റേ മൊബൈലിൽ ഒരു ഡയറി എഴുതി വെച്ചിരുന്നു. അതൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എവിടെയാണ് ഭർത്താവ് ഉള്ളത്? അവൻ എവിടെയെന്ന് അറിഞ്ഞുകൂടാ. കല്ലൂരല്ല, ഇവൻ എവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അവനും അവളുമായിട്ട്. ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകി? കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ കാട്ടാക്കടയാണ് അവർക്ക്. കാട്ടാക്കട കൊടുത്ത് കോടതിയിൽ പോയി ആ കേസ്. ഇപ്പോഴും വീണ്ടും കാട്ടാക്കട ഇത് കഴിഞ്ഞിട്ട് കാട്ടാക്കട കൊടുത്ത് പരാതി കൊടുത്തിട്ട് പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് പിന്നെ ഞായറാഴ്ച ഞങ്ങൾ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് മാസ്റ്റർ എഴുതാൻ പോയി. അപ്പോൾ കൊച്ചുങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ SIയെ കണ്ടില്ല. നമ്മളിതുപോലെ ഒരു പേപ്പർ അവരെ കൊടുത്തിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ അവർ വിളിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ DSPക്ക് കൊണ്ടുകൊടുത്ത്. വെള്ളയമ്പലം DSPക്ക് കൊണ്ടുകൊടുത്ത്. DSP അവർ 2 ദിവസം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു ഒരു മന്ത്രിക്കും കൂടെ ഒരു പേപ്പർ കൊണ്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ മന്ത്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിക്ക് കൊണ്ടുകൊടുത്ത് പരിഹാര സെല്ലിൽ. അപ്പോൾ കൊടുത്തിട്ട് ഇതുപോലെ ഇവിടെ ചാനലിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മനോരമ ചാനൽ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു. അവനെ ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് വന്നു. നമ്മളിങ്ങനെ പോയി ശീലമില്ലല്ലോ, അതുകൊണ്ട് അറിഞ്ഞുകൂടാ. ഈ വിവാഹം കഴിച്ച മുതലേ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു? ഉണ്ട്. കുറച്ച് അവൾ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു, ഒരു പ്രൈവറ്റ് സ്കൂളിൽ. പിന്നെ അവൻ പഠിക്കാൻ സമ്മതിക്കൂല. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവർ തമലത്താണ് താമസിച്ചിരുന്നത്. ഇവൻ കുടിച്ചും കൊണ്ട് വന്ന് ഇവൾ ആദ്യം MA ആദ്യത്തെ വർഷം
കഴിഞ്ഞ് 2ാമത്തെ വർഷം പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് കല്യാണമായത്. അപ്പോൾ എം എ 1 വർഷം കഴിഞ്ഞ് പരീക്ഷ എഴുതി. 2ാമത്തെ വർഷം ഇവൻ്റെ വീട്ടിൽ പോയാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതി പാസ്സായി. പിന്നെ ഇവളെ ഒരു ടെസ്റ്റ് എടുത്ത് ഒന്ന് പഠിച്ച് എന്തെങ്കിലും തൊഴിലിന് പോവാൻ ഇവൻ സമ്മതിക്കില്ല. അവനെക്കാളും വലിയവനാണ്. അവൻ കൊത്തമേസികയാണ്. വലിയവളായി കളയും, അവനെ താഴ്ത്തിക്കെട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ വിട്ടില്ല, ഒന്നിനും വിട്ടില്ല. പിന്നെ 2 കൊച്ചുങ്ങളായി നിരന്തരം ഇവൻ കുടിയും ബഹളവും തന്നെ കുടിച്ചു. ഇപ്പം ഈ മക്കൾ എവിടെയാണുള്ളത്? ഇപ്പോൾ മക്കൾ എൻ്റെ മൂത്ത മോള് ദീപയുടെ വീട്ടിൽ കിള്ളിയിൽ, ഇപ്പോൾ കിള്ളിയിലാണ് താമസിക്കുന്നത്. അവർക്കിപ്പം ചെലവിനൊക്കെ ചെലവിന് അവർ തന്നെ നോക്കണത്. അവൻ കൂലിപ്പണിക്കാർ മരുവാൻ. അന്ന് മരിക്കുന്നതിന് മുന്നേ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു? വിളിച്ചിട്ടുണ്ട്. അത് എന്തായിരുന്നു അന്ന് സംസാരിച്ചത്? അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഫോൺ ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അല്ല, അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? മകളെ വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും പറഞ്ഞില്ല. നേരത്തെ അവിടെ കട്ടയ്ക്കോട് വെച്ച് താമസിച്ചപ്പോൾ പിന്നെ കല്ലൂർ പോയപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അമ്മ ഇതുപോലെയാണ് അമ്മ പറയണത്. എന്നെ പിന്നെ പിള്ളേരെ അവിടെ നിർത്തിയിട്ട് പിന്നെ എൻ്റെ കൂടെ ചെന്ന് ചാവാനാണ് അമ്മ പറയണത്. പിള്ളേർ അവൻ ഇങ്ങനെ പിള്ളേരെ 2 പേരും പിടിച്ചു വെച്ചുകൊണ്ട് പറയണം, എന്നാൽ പിള്ളേർ എനിക്ക് വേണം, പിള്ളേരെ നിനക്ക് തരൂല, നീ ഈ ചാവടി ചെന്ന് ചാവടിയും കുടിച്ച് ഫിറ്റായിരുന്നു, മദ്യപിച്ച് ഫിറ്റായിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റൂലമ്മ, ഞാൻ ഇനി പോരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. തൂങ്ങി മരിച്ചിട്ട് കാട്ടാക്കട അവരാണ് വന്നതെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശരിയാക്കിയത്. അപ്പോഴൊരു ഡയറി ഉണ്ടായിരുന്നു, ഒരു മൊബൈലുണ്ട്. അതൊക്കെ പോലീസിൻ്റെ കൈവശമെന്ന് പറഞ്ഞു. അതൊന്നും തന്നിട്ടില്ല. അവർ പറഞ്ഞ് ഇന്നാൾ ഞായറാഴ്ച പെയ്യപ്പം പറഞ്ഞ് കോടതിയിൽ അത് ഞങ്ങൾ ഹാജരാക്കാനുള്ളതാണെന്ന് ഒരു പോലീസും. അപ്പോൾ SI ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്താണ് ആവശ്യം അമ്മയുടെ? ഇപ്പം എന്നെ അവന് 2 പേര് അവനെ അറസ്റ്റ് ചെയ്യണം. നിരന്തരമായി ഈ ധന്യയെ ശാരീരികവും മാനസികവുമായി ഈ ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അമ്മ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. നിലവിൽ കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം ഈ അമ്മ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭർത്താവിന് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ചൊല്ലി വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഒരു നീതി ലഭിക്കും എന്നൊരു പ്രതീക്ഷ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, സ്മിയ ന്യൂസ്, തിരുവനന്തപുരം.